നമസ്കാരം, ഫണ്ടർ 360യുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ആൽഫ എന്താണ് ബീറ്റ എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത് രണ്ടാമത്തെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അതായത് ആൽഫ ബീറ്റ പ്രധാനമായും ഇവയെ ആശ്രയിച്ച് നമുക്ക് എങ്ങനെ ഫണ്ടമെൻ്റലി അടിസ്ഥാനപരമായി വളരെ ശക്തമായ സ്റ്റോക്കുകൾ കമ്പനികൾ കണ്ടുപിടിക്കാമെന്നതിനെക്കുറിച്ച്. അത് അനലിറ്റിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഈ ആൽഫ ബീറ്റ വാല്യൂസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെയധികം ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ഭാഗം കാണാത്തവർക്ക് വേണ്ടി ആൽഫ എന്താണ് ബീറ്റ എന്താണെന്നുള്ളത് ചെറിയ വാക്കുകളിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ആൽഫ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ആൽഫ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് ആ കമ്പനി നമ്മുടെ ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റിയോ അല്ലെങ്കിൽ സെൻസസിനേക്കാളോ എന്തുമാത്രം നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു അളവുകോലാണ്, ഒരു മെഷറാണത്. അതേസമയം ബീറ്റ എന്ന് പറയുന്നത് ഒരു കമ്പനി, ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സിനേക്കാളും, അതായത് നിഫ്റ്റി ആകട്ടെ സെൻസസ് ആകട്ടെ, അതിനേക്കാളും എന്തുമാത്രം ചാഞ്ചാട്ടങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ ഒരു അളവുകോലാണ്. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും മുകളിലേക്ക് പോകണം. അതായത് നിഫ്റ്റി 10 പോയിന്റ് കയറിയാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് 10 പോയിന്റിനേക്കാളും കൂടുതൽ കയറണമെന്നും, അതേപോലെ തന്നെ ഇറങ്ങിയാൽ 10 പോയിന്റ് ഇറങ്ങുകയാണെങ്കിൽ 10 പോയിന്റിനേക്കാളും കുറച്ചേ ഇറങ്ങാവുള്ളൂ എന്നുമാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താഴേക്ക് പോകുമ്പോൾ അത്ര പോകരുത്, അതേസമയം മുകളിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ പോകണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആൽഫ ബീറ്റ വെച്ചിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷനിൽ കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ഞാനിവിടെ ഒരു സ്ക്രീനിങ് മെത്തേഡ് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സെക്ടർ വൈസ് ആയിട്ടൊക്കെ നിങ്ങൾ സ്ക്രീൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻ ചെയ്യുക. ഞാനിത് നിങ്ങളുടെ ഒരു ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം ജനറിക് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ചെയ്യുന്നതാണ്. ഇതിനേക്കാളും വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് സ്ക്രീൻ ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ക്രീനർ സോഫ്റ്റ്വെയർ എടുത്ത് വെച്ച് സ്ക്രീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റ എടുത്തിട്ട് മാത്രം നിങ്ങൾ ഷെയർ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു നല്ല തീരുമാനമായി പരിണമിക്കാറില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നാട്ടിലുള്ള സകല റിസർച്ച് അനലിസ്റ്റുകളെയും പിരിച്ചുവിട്ടിട്ട് 2-3 സ്ക്രീനർ സോഫ്റ്റ്വെയർ മാത്രം മതി. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററാണ്, വളരെ കാലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഫിനോമിനൽ ഗ്രോത്ത് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ അനലിറ്റിക്കലായിട്ട് സമയമെടുത്ത് സെക്ടർ വൈസും മാർക്കറ്റിനെയും സ്റ്റഡി ചെയ്തിട്ട് മാക്രോ എക്കണോമിക്സുമായിട്ട് മാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം, ഇത് എങ്ങനെ ചെയ്യുമെന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ടിക്കർ ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ പല സ്ക്രീനർ സോഫ്റ്റ്വെയർസ് ഉണ്ടാകും. ടിക്കർ ടൈപ്പ് ഉപയോഗിക്കുന്നവർക്ക് ടിക്കർ ടൈപ്പിനെ കുറിച്ച് അറിയുമായിരിക്കും. അല്ലാത്തവർക്ക് സ്ക്രീനറോ അങ്ങനെയുള്ള ഒട്ടനേകം സ്ക്രീനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഞാനിത് ടിക്കർ ടൈപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഒരു സ്ക്രീനിങ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വെൻഡേഴ്സിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പേഴ്സണലി ഞാനിത് എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി ആദ്യം നിങ്ങളുടെ വെബ് ബ്രൗസറിൽ പോവുക. എന്നിട്ട് tickertape.in, ഞാനിപ്പോൾ ഇവിടെ ടിക്കർ ടൈപ്പ് ഉപയോഗിക്കുന്നു. ടിക്കർ ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനറിൽ പോവുക. അതിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ ദ സ്ക്രീനർ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ക്രീനിങ് പാരാമീറ്റേഴ്സൊക്കെയാണ് നമ്മളിവിടെ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലാർജ് ക്യാപ്പുകൾ മാത്രം, അതായത് ഒരു 20,000 കോടി രൂപയുടെ മുകളിൽ മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ്പിന് മാത്രമായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടെ ഫിൽറ്റേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ക്ലോസിംഗ് പ്രൈസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പി ഞാനിവിടെ ഒരു മാക്സിമം 70 വരെയായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. കാരണം നമുക്കൊരു 30-35 എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ പലപ്പോഴും ഒരു സെക്ടർ ആവറേജോ അല്ലെങ്കിൽ ഇൻഡെക്സ് ആവറേജോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഹയർ സൈഡിൽ ഒരു 70 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് മാക്സിമം 70. ഇനി അടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. ഒന്നാമത് നമ്മളടുത്ത് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. ഞാനിവിടെ വളരെ കുറച്ച് ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നിങ്ങളുടെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിക്ക് നിങ്ങൾ റിട്ടേൺ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത ഒരെണ്ണവും കൂടി നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ROC വേണമെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആ ഒരു പാരാമീറ്റർ ഞാൻ യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തു. പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ വേണമെങ്കിൽ എടുക്കാം, ഫ്രീ ക്യാഷ് ഫ്ലോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെന്നിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ക്യാഷ് ഫ്ലോ കിട്ടും. നമുക്കൊരു ഈ പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം റിട്ടേൺ ഓൺ ഇക്വിറ്റി നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യാം. റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഞാൻ മിനിമം ഒരു 15 ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. ആ 15 എന്നുള്ളത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം.
അതേപോലെ തന്നെ ROC ഞാനിപ്പം ഇവിടെ ഒരു 20 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. മിനിമം 20. മിനിമം എന്ന് പറയുന്നത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 20 ആയിട്ട് കൊടുത്തു. അതുപോലെ ഫ്രീ ക്യാഷ് ഫ്ലോ എനിക്ക് ആകെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 0 അല്ലെങ്കിൽ 1 എന്നോ പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫയും ബീറ്റയാണ്. അപ്പോൾ ഇവിടെ തന്നെ പോവുക, ആഡ് ഫിൽറ്റേഴ്സിൽ പോവുക, എന്നിട്ട് ആൽഫ ഫസ്റ്റ് ആഡ് ചെയ്യുക. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ALPH എന്ന് ടൈപ്പ് ചെയ്താൽ അത് വരും. അപ്പോൾ ആൽഫ ആഡ് ചെയ്തു. ഇനി അടുത്തത് ബീറ്റ ആഡ് ചെയ്യാം. ബീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റ വരും. ഡൺ കൊടുക്കുക. അപ്പോൾ ആൽഫ എനിക്ക് പോസിറ്റീവ് ആൽഫയുള്ള സ്റ്റോക്കുകൾ മാത്രം മതി. ഞാനവിടെ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ ബീറ്റ എനിക്ക് മാക്സിമം ഇൻഡെക്സിനേക്കാളും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് മാക്സിമം ഒരു 1.5 മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ബീറ്റ എന്ന് പറയുന്നത് ഞാനിവിടെ 1.5 ആയി ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയും ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. ഇത്രയും ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വന്നത് 39 സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കിലാണ് TCS, ഇൻഫോസിസ്, വിപ്രോ, HCL, ഡേവിസ് ലാബ്, ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസ്. അപ്പോൾ ഇത് നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈ ആൽഫ ലോ ബീറ്റയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ചിലതിനൊക്കെ ഹൈ ആൽഫ ആയിരിക്കും, പക്ഷേ ബീറ്റ അത്ര ലോ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പോകുകയാണെങ്കിൽ ഇൻഫോസിസ് ആൽഫ എന്ന് പറയുന്നത് 23.92 ഉണ്ട്. അതേസമയം ബീറ്റ എന്ന് പറയുന്നത് 0.61 ആണ്. അതേസമയം നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് കാണാം വിപ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം 21.97 ഉണ്ട് ആൽഫ. അതായത് ഇൻഫോസിനേക്കാളും കുറവാണ്, പക്ഷേ ബീറ്റ അതിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ ഏത് വേണമെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലോട്ടിലേക്ക്, ഒരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു പിക്ചർ നമുക്ക് കിട്ടും തിരഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി. അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊരു എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം എക്സ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ എക്സൽ ഷീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സൽ ഷീറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നെയിം ഉണ്ടാവും, ടിക്കർ സിമ്പൽ ഉണ്ടാവും, സബ്സെക്ടർ ഏതാണെന്നൊക്കെ ഉണ്ടാവും, മാർക്കറ്റ് ക്യാപ്പ്, PE റേഷ്യോ, റിട്ടേൺ, ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത ഓരോ എന്താണ് പറയുന്നത് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയും വെച്ചിട്ടാണ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ ആൽഫയും ബീറ്റയും കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ വെച്ചിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്താൻ നോക്കുന്നത്. അപ്പോൾ ആൽഫ ബീറ്റ രണ്ടും തമ്മിലൊരു ട്രേഡ് ഓഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 2 ഡയമെൻഷണൽ പ്ലോട്ടിൽ വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് 2 ഡയമെൻഷണൽ പ്ലോട്ടിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എല്ലാവർക്കും തരാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ക്ലാസ്സിൻ്റെ അകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ പ്ലോട്ടിൽ പ്ലോട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഐഡിയ തരാമെന്ന് വിചാരിക്കുന്നു. 2 ഡയമെൻഷണൽ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൽ വരയ്ക്കുന്ന ഒരു പ്ലോട്ടാണ്. അപ്പം ഈ ഹൊറിസോണ്ടലായിട്ടുള്ളത് നമുക്ക് എക്സ് ആക്സിസ്, വെർട്ടിക്കലായിട്ടുള്ളത് വൈ ആക്സിസ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ ആൽഫ വാല്യൂസാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ വൈ ആക്സിസിൽ ബീറ്റ വാല്യൂസ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ വാല്യൂസ് കുറഞ്ഞു വരും. അതായത് ആൽഫ കുറഞ്ഞു വരും. അതുപോലെ ബീറ്റ മുകളിൽ നിന്നും താഴേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ലോ ബീറ്റ ഹൈ ആൽഫയാണ് നമ്മൾ സാധാരണയായി പ്രിഫർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ലോ ബീറ്റ ഹൈ ആൽഫ എന്ന് പറയുമ്പോൾ ബീറ്റ താഴേക്ക് വരുമ്പോൾ ലോ ആണ്, നമ്മൾ നെഗറ്റീവ് ബീറ്റ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 0 വരെ എത്തുള്ളൂ. അതേപോലെ തന്നെ ഹൈ ആൽഫ എന്ന് പറഞ്ഞത് വലതുവശത്തേക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള എക്സ് ആക്സിസിൻ്റെ വലതുവശത്തേക്ക് പോകുന്തോറും ആൽഫ വാല്യൂ കൂടി വരും. അപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിൽ ഇവിടെയുള്ളൊരു കമ്പനി നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ അതായിരിക്കും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. താഴെ ആയതുകൊണ്ട് ബീറ്റ കുറവാണ്, റൈറ്റ് സൈഡിലേക്ക് മാക്സിമം പോയതുകൊണ്ട് ആൽഫ ഏറ്റവും കൂടുതലാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്തു വരുന്നതെന്ന്. അപ്പോൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ആൽഫേനെയും ബീറ്റേനെയും ഇതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു സ്കാറ്റേഡ് പ്ലോട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി ഇൻസേർട്ടിൽ പോവുക. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്കാറ്റേഡ് പ്ലോട്ടുകൾ കാണാം. ക്ലിക്ക് ഓൺ സ്കാറ്റേഡ് പ്ലോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ബീറ്റ വാല്യൂ ആണ്, എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ആൽഫ വാല്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് പ്ലോട്ട് വലുതാക്കാം, എന്നാൽ നമുക്ക് കാണാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം നമുക്ക് ഏതൊക്കെ കമ്പനികളുടെയാണ് ഈ പ്ലോട്ടുകൾ ഇവിടെ കിടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ലേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ലേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ഡാറ്റ ലേബിൾസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ഡാറ്റ ലേബിൾ കാണാം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വാല്യൂസ് വെച്ചിട്ടുള്ളൊരു ഡാറ്റ ലേബിൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇത് ഏത് കമ്പനിയുടെ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം ഫോർമാറ്റ് ഡാറ്റ ലേബിൾസ്. അപ്പോൾ ഫോർമാറ്റ് ഡാറ്റ ലേബിൾസ് എടുത്തു കഴിഞ്ഞാൽ വലതുവശത്തുള്ള ഓപ്ഷൻസിൽ നമുക്ക് കാണാം വാല്യൂ ഫ്രം സെൽസ്. അത് എനേബിൾ ചെയ്യുക. നമ്മളിവിടെ ഡാറ്റ കൊടുക്കേണ്ടതാണ്. അതിന് പകരം എളുപ്പത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിക്കർ സിമ്പൽ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു സെൽ സിമ്പൽ വന്നോളും.
എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പ്ലോട്ടിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈ സ്കാറ്റേർഡ് പ്ലോട്ടിൻ്റെ അകത്ത് നമുക്ക് കമ്പനികളുടെ പേര് വന്നു. അബൌട്ട് ഇന്ത്യ, ഡിവിസ് ലാബ്, BPCL, എമാമി, പ്രസ്റ്റീജ്, ലാറസ് ലാബ്സ്, APL അപ്പോളോ, ഗുജറാത്ത് ഗ്യാസ്, ദീപക് നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് ആണ്. ഉദാഹരണമായി നിങ്ങളൊരു ഇൻവെസ്റ്ററാണ്, നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കൂടുതൽ റിസ്ക്, മോർ റിട്ടേൺസ് എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ സ്ക്രീൻ ചെയ്ത് സെലക്ട് ചെയ്തത്. ഈ കൂട്ടത്തിൽ തന്നെ താരതമ്യേന റിസ്ക് കൂടിയ മോർ റിട്ടേൺസ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആൽഫ വാല്യൂ കൂടുതലായിരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ ആൽഫയുള്ളത് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ദീപക് നൈട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഡാറ്റ അനുസരിച്ച് നിങ്ങൾ ദീപക് നൈട്രേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പുറത്തേക്ക് വൈ ആക്സിസ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ബീറ്റ തീരെ കുറഞ്ഞ സ്റ്റോക്കല്ല. താരതമ്യേന ബീറ്റ നമുക്ക് കാണാൻ കഴിയുന്നത് 1 ആണ്. അപ്പോൾ ഗോയിങ് വിത്ത് ദ ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീരെ കുറഞ്ഞ സ്റ്റോക്കല്ല, അതിനേക്കാളും ബീറ്റ കുറഞ്ഞ സ്റ്റോക്കുകൾ വളരെയധികം ഉണ്ട്. ഇപ്പോൾ അബൌട്ട് ഇന്ത്യ ആണ് ബീറ്റ ഏറ്റവും കുറഞ്ഞ സ്റ്റോക്ക്, വൈ ആക്സിസിൽ ഏറ്റവും താഴെയുള്ളത്. അതിൻ്റെ ബീറ്റ വാല്യൂ എന്നൊക്കെ പറയുന്നത് 0.2 താഴെയാണ്. പക്ഷേ അതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് കുറവാണ്, 30 താഴെയാണ്. ദീപക് നൈട്രേറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 60 മുകളിലാണ്, 64ഓളമാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് വളരെയധികം എടുക്കാൻ, താരതമ്യേന റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളാണെങ്കിൽ ഹൈ ആൽഫ ഹൈ ബീറ്റ സ്റ്റോക്കുകൾ വാങ്ങിക്കുക. അതാണ് ഈ കൂട്ടത്തിൻ്റെ അകത്തുള്ളത്. ഹയസ്റ്റ് ആൽഫയാണ് ദീപക് നൈട്രേറ്റിന്. അതേസമയം അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്നതിന് ലോവസ്റ്റ് ബീറ്റയാണ്. അതായത് നിങ്ങളുടെ പണം കാര്യമായി നിഫ്റ്റി ചാഞ്ചാടിയാൽ പോലും നിങ്ങളുടെ പണം കാര്യമായി പോകില്ല. അതേസമയം റിട്ടേൺസും അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിരിക്കും. ദീപക് നൈട്രേറ്റിന് കിട്ടുന്നതിൻ്റെ റിട്ടേൺസിനേക്കാളും പകുതിയോളം മാത്രമേ ഈ പറഞ്ഞതുപോലെ വളരുകയുള്ളൂ അബൌട്ട് ഇന്ത്യ. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് നിങ്ങൾ ഹയസ്റ്റ് ആൽഫ ഉള്ളത് തിരഞ്ഞെടുക്കണമോ അതോ ലോവസ്റ്റ് ബീറ്റ ഉള്ളത് തിരഞ്ഞെടുക്കണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ റിസ്ക് വളരെ കുറഞ്ഞ ഒരാളാണെങ്കിൽ ലോവസ്റ്റ് ബീറ്റയുള്ള സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. റിസ്ക് കുറച്ചധികം എടുക്കുന്ന ആളാണ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് ആൽഫയുള്ളത് തിരഞ്ഞെടുക്കുക. ഇതിനിടയിലുള്ള മറ്റ് സ്റ്റോക്കുകൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനിച്ചോളാം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് അല്ല. നിങ്ങളിത് എങ്ങനെ നിങ്ങൾ ഫണ്ടമെൻ്റലി ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്ത് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച്, ആൽഫയും ബീറ്റയും ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ സ്ക്രീൻ ചെയ്ത് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരുന്ന സ്റ്റോക്കുകളൊക്കെ പറഞ്ഞത് ആരും അത് വിചാരിച്ചിട്ട് നിങ്ങൾ പോകരുത്. കാരണം അത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് അഡ്വൈസറോ തരുന്ന അഡ്വൈസ് അനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഈ മെത്തേഡിലാണ് നമ്മൾ സാധാരണ അനലിറ്റിക്സിൻ്റെ അകത്ത് നമ്മൾ ഒരു ബേസിക് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ പലതും വലിയ കമ്പനികൾക്ക് പലപ്പോഴും ബാധകമായിക്കൊള്ളണം നിർബന്ധമില്ല. ഉദാഹരണമായിട്ട് വളരെയധികം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്തിന് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോ ഈ പറയുന്ന പോലെ അത്രയൊന്നും ഉണ്ടാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഭയങ്കര എക്സ്പാൻഷൻ പ്ലാൻസ് ഉള്ള കമ്പനികളാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് എവിടെയും RIL ഒന്നും പിക്ചറിൽ വരാതിരുന്നത്. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ജനറലി ഒരു കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി അനലിറ്റിക്സ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പോൾ നിങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഇത് സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ഓരോരുത്തരുടെയും റിസ്ക് ആപ്പിറ്റൈറ്റൊക്കെ പലതായിരിക്കാം, പലരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് വേറെ പലതുമായിരിക്കാം. അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.